ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന വേദഭാഗം സങ്കീർത്തനം 105:15 വചനം. 105 സങ്കീർത്തനം 15 വചനം. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. അനുഗ്രഹീതമായ വചനം. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ സംരക്ഷണം ഒരുക്കുന്ന വ്യക്തികൾ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി ദൈവത്തിൻ്റെ പ്രവാചകന്മാരായി മാറിക്കഴിഞ്ഞാൽ ഉള്ള സംരക്ഷണം കർത്താവ് എത്രമാത്രം ഉന്നതമായ നിലയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്, വചനത്തിലൂടെ സംസാരിക്കുകയാണ്. അഭിഷിക്തന്മാരെ തൊടരുത് എന്ന് അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു റൂളാണ്. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ തൊടാനായിട്ട് ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഒരു മേഖലയ്ക്കും ഒരു വ്യക്തിക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ അനുവാദമില്ലാത്തൊരു മേഖലയിൽ ഒരു വ്യക്തി തൊട്ടാൽ അതിൻ്റേതായ ഭവിഷ്യത്തും വളരെ വലുതാണ്. അഭിഷിക്തന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന കവറിങ്, കർത്താവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെച്ച്, അപ്പോൾ ഒരു വ്യക്തിയിൽ അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവർ കർത്താവിനായിട്ട് ജീവിക്കുന്നവരാണ്, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവരാണ്. സുവിശേഷ വേല ചെയ്യുന്നവരാകാം, പ്രാർത്ഥനാ ജീവിതം നടത്തുന്നവരാവാം. കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം വെച്ചു കൊടുക്കുന്ന അഭിഷിക്തന്മാർ, ദൈവത്തിൻ്റെ അഭിഷേകം അവരുടെ മേൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ അഭിഷേകം അവരുടെ മേൽ പകരുക എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ ദൈവം ഇരിക്കുകയാണ്, ദൈവ സാന്നിധ്യം നൽകുകയാണ്. അപ്പോൾ അതിന് നേരെ ആരെയും ദൈവം തൊടാൻ അനുവദിച്ചിട്ടില്ല, അവരെ തൊടാൻ അനുവദിച്ചിട്ടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അവർക്ക് പീഡനങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടതകൾ വരുന്നു. അതിന് കാരണം ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിക്കുന്നത് മാത്രമേ അഭിഷിക്തന്മാർക്ക് വരാറുള്ളൂ. അല്ലാതെ ഒരു സംഭവം വരാൻ ദൈവം അനുവദിച്ചില്ല. അനുവദിക്കാതെ ഒരു വ്യക്തി അവർക്ക് നേരെ ആഞ്ഞടിച്ചാൽ ആ ആഞ്ഞടിക്കുന്ന വ്യക്തികൾക്ക് നേരെ ന്യായവിധി ഉണ്ടാവും. തൊടാൻ അനുവാദമില്ല എന്നുള്ള റൂളാണത്. നേരെ മറിച്ച് ദൈവം അനുവദിക്കുന്ന ചില കേസുകളുണ്ട്. അത് അഭിഷിക്തന്മാരെ ട്രെയിൻ ചെയ്യിക്കുന്ന ചില ടെസ്റ്റ് പീരീഡുകളാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പ്രതികൂലങ്ങൾ ആ വ്യക്തികളിലൂടെ വരാം, പല മേഖലകളിലൂടെ വരാം. ആ സന്ദർഭത്തിൽ അഭിഷിക്തന്മാരെ ദൈവം കവറിങ് കൊടുത്ത് അവരെ വീഴ്ത്താനല്ല, നേരെ മറിച്ച് അവരെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അഭിഷേകത്തിൻ്റെ തലത്തിലേക്ക് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായി വാക്കി കയറിക്കഴിഞ്ഞാൽ ദൈവം നൽകുന്ന പ്രൊട്ടക്ഷൻ വളരെ വലുതാണ്. എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രവാചക ശബ്ദമുള്ളവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് അവർ. അത്തരത്തിലുള്ള പ്രവാചക ശബ്ദമുള്ള വ്യക്തികൾക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ അവർക്ക് ദോഷം ചെയ്യാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഏതെങ്കിലും വിധത്തിൽ അപ്രകാരം ദോഷം ചെയ്താൽ അത് വലിയ തെറ്റായിട്ട് സ്വർഗം പരിഗണിക്കും. ആ വ്യക്തിക്ക് നേരെ അവിടെ ക്ഷമ കിട്ടാൻ ഏറെ പ്രയാസപ്പെടുകയും ചെയ്യും. കാരണം അത്ര കണിശമായ റൂളാണ്, പ്രവാചകന്മാരെ ഒരു ദോഷം ചെയ്യരുത്. ഇനി പ്രവാചകന്മാർക്ക് ദോഷം വരുന്നത് എങ്ങനെയാണ്? ദൈവം അനുവദിക്കുന്നതാണ്. ഒരുപക്ഷെ ദൈവം അനുവദിച്ച ചില പീഡനങ്ങൾ, കഷ്ടതകൾ, ശോധനകൾ അവർക്ക് വന്നേക്കാം. അത് ദൈവത്തിൻ്റെ അനുവാദത്തോടും ദൈവം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുമായിരിക്കും. അതിൻ്റെ നന്മയും അവർക്കുണ്ടാവും, അവർക്ക് അതിൻ്റെ ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ അഭിഷിക്തന്മാരായോ പ്രവാചകന്മാരൊക്കെ മാറാനായിട്ടുള്ളൊരു ശ്രമം നമുക്കുണ്ടാവട്ടെ. അത്തരം ദൈവത്തിൻ്റെ വലിയ വേലയ്ക്ക് വേണ്ടി നമ്മൾ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. എല്ലാവർക്കും അങ്ങനെ ആകാനായിട്ട് ദൈവത്തിൻ്റെ കൃപ തരും നമുക്ക് ആഗ്രഹിക്കാമെങ്കിൽ. രണ്ട്, ഇത്തരത്തിലുള്ള വ്യക്തികളോട് ദോഷം ചെയ്യാതിരിക്കുക, അഭിഷിക്തന്മാരെയും പ്രവാചകന്മാരെയും ദോഷം പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. അതൊരു അപകടമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കവറിങ് നമുക്കുണ്ടാവട്ടെ, നമുക്ക് സംരക്ഷണം ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരുടെ പദവിയിലേക്ക് ഉയരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരണമുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, വചനം കേട്ട പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് നിൽപ്പാൻ അഭിഷിക്തന്മാരായി പ്രവാചകന്മാരായി മാറാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. ഞങ്ങളുടെ സംരക്ഷണ വലയത്തിൽ പൊതിയണമേ. ക്രിസ്തു മൂലം ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥനയോടെ സിബിൻ പോളച്ചൻ.